ഹലോ, ഇന്ന് നമ്മളെ ഒരു അടിപൊളി ഹെഡ് ബാൻഡ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നു. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഹെഡ് ബാൻഡ് ഉണ്ടാക്കിയാലോ. അതിനാദ്യമായിട്ട് നമ്മുടെ വയർ ഹെഡ് ബാൻഡായിട്ടോ വേണ്ടത്. വയർ ഹെഡ് ബാൻഡ് ഇതിൽ നമുക്ക് ഓരോന്ന് കോർത്ത് നല്ല അടിപൊളി ഹെഡ് ബാൻഡ് ആക്കാം. ഓക്കെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരറ്റത്ത് നമുക്ക് ഇതാണ് നമ്മുടെ എൻഡ് ക്യാപ്പ്. അപ്പോൾ നമുക്ക് ഈ എൻഡ് ക്യാപ്പ് ആദ്യം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന പശയാട്ടോ ഇത്, B7000 എന്ന് പറയുന്ന പശയാണേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളിത് ഗ്ലൂ വെച്ചിട്ട് ഈ എൻഡ് ക്യാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കൂടി നമുക്ക് ഇഷ്ടമുള്ള മോഡലിൽ നമുക്ക് ബീഡ്സ് കോർക്കാം. ആദ്യം ഞാനൊരു ഗ്ലിറ്റർ ട്യൂബാട്ടോ കോർക്കുന്നത്. ആദ്യം ഒരു ഗ്ലിറ്റർ ട്യൂബ്, പിന്നെ നമുക്ക് ഈ ക്രിസ്റ്റലിൻ്റെ സ്റ്റാറാണ് അടുത്തത്. പിന്നെ ഒരു ഗ്ലിറ്റർ ട്യൂബ്, വീണ്ടും വേറൊരു സ്റ്റാർ. നമുക്കൊരു ഈ ഒരു കളറ് സ്റ്റാർ നമുക്കിടാം. പിന്നെ ഒരു ഗ്ലിറ്റർ ട്യൂബ്, പിന്നെ ഒരു ബ്ലൂ കളറിലെ സ്റ്റാർ നമുക്ക്, പിന്നെ ഒരു ഗ്ലിറ്റർ ട്യൂബ്. ഒരേ അളവിൽ ഞാൻ കട്ട് ചെയ്തെടുത്തതാട്ടോ ഈ ഗ്ലിറ്റർ ട്യൂബ്. പിന്നെ നമുക്കൊരു കളറും കൂടി നമുക്ക് എടുക്കാം. ഏത് കളർ എടുക്കണം? ഒരു ഗ്രീൻ കളർ എടുക്കണം കേട്ടോ. എടുത്തില്ലേ? ഇനി നമുക്കൊരു ഗ്ലിറ്റർ ട്യൂബ് ഇടാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്രിസ്റ്റലിൻ്റെ ബീഡ്സില്ലേ ഇത് നമുക്ക് കോർക്കാം കേട്ടോ. ഒരു 4 എണ്ണം കോർക്കാം. 2, 3, 4 ഉണ്ടോ, 4 എണ്ണം. ഇനി നമുക്ക് ഈ സംഭവം കണ്ടോ, ഇതാണ് ആൽഫബെറ്റ്സിൻ്റെ ബീഡ്സ്. അപ്പോൾ നമുക്ക് ഈ ആൽഫബെറ്റ്സ് വെച്ചിട്ട് ഒരു പേര് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ബീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മോളുടെ പേര് തന്നെയാണ് ദിയ. അപ്പോൾ അവളുടെ പേര് വെച്ച് തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ DIYA. അപ്പോൾ ദിയ എന്നുള്ള പേരിൽ നമ്മൾ ഒരു ബോയ് ഉണ്ടാക്കിയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ചെയ്ത ഇതേ സൈഡ് തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും ചെയ്യാം. അതിനാദ്യം നമ്മൾ ഈ ഒരു ക്രിസ്റ്റലിൻ്റെ ബീഡ്സ് അതൊരു 4 എണ്ണം കേട്ടോ. 1, 2, 3, 4 എണ്ണം കോർത്തു. ഇനി നമുക്കൊരു ഗ്ലിറ്റർ ട്യൂബ് ഇടണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതേ സെയിം കളർ ഈ ഒരു ഗ്രീൻ കളറിലെ സ്റ്റാർ നമുക്ക് ഇതാട്ടോ. പിന്നെ അടുത്തതൊരു ഗ്ലിറ്റർ ട്യൂബ് കണ്ടില്ലേ. ഇനി നമുക്ക് അടുത്ത കളർ ബ്ലൂ ആണ്, ബ്ലൂ കളറിലെ സ്റ്റാർ. അടുത്തതൊരു ഗ്ലിറ്റർ ട്യൂബ്. ഇനി ഈ ഒരു യെല്ലോ കളർ പോലത്തെ കളർ കേട്ടോ, കളറിലെ സ്റ്റാർ. ഇനിയും ഒരു ഗ്ലിറ്റർ ട്യൂബ്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ക്രിസ്റ്റൽ ടൈപ്പിലെ സ്റ്റാർ. വീണ്ടും ഒരു ഗ്ലിറ്റർ ട്യൂബ്. കണ്ടോ, എൻഡ് വരെ നമ്മൾ ചെയ്തു. നല്ല ഭംഗിയിൽ കാണാനായിട്ട് പിള്ളേർക്കൊക്കെ തലയിലൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവുകയാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഗ്ലൂ വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. എൻഡ് ക്യാപ്പ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റാറൊക്കെ അനങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ പശ വെച്ച് ഒട്ടിക്കാം കേട്ടോ. അങ്ങനെ സൈഡ് ഒതുക്കി പിടിച്ചിട്ട് നമുക്ക് ഓരോന്ന് പശ വെച്ച് ഒട്ടിക്കാം. അല്ല ഇപ്പോൾ ഒത്തിരി ഇങ്ങനെ പിള്ളേർക്ക് ഒത്തിരി ഭംഗിക്ക് കറങ്ങണം എന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാം, ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇപ്പോൾ ഗ്ലൂ ഒക്കെ ഒട്ടിച്ച് നല്ല അടിപൊളി ഹെയർ ബാൻഡാക്കി. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലത്തെ നമുക്ക് നല്ല നല്ല ഹെയർ ബാൻഡ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്നെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. താങ്ക് യു.